ജ്യോതികുട്ടി എന്തോ സൂപ്പറായിട്ട് പാടി, നല്ല രസമുണ്ട്. എന്നാ ചരണത്തിന്റെയും അതുപോലെ തന്നെ അനുപല്ലയുടെ ഒക്കെ എൻഡിൽ ഒതുക്കി പാടിയല്ലേ ഇങ്ങനെ ഒതുക്കിയെന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് സ്വീറ്റ് ആയിട്ട് പാടി. അച്ഛൻ എപ്പോഴും പറയും അത് മനോഹരമായിരുന്നു. അച്ഛൻ പറഞ്ഞത് കറക്റ്റാ. എന്തോ അച്ഛൻ എന്തോ പറഞ്ഞത്? അച്ഛൻ ഒതുക്കി പാടരുതെന്നാ പറഞ്ഞ. ഞാൻ എന്നാ ഒതുക്കി പാടിയതാണ് നന്നായത് കേട്ടോ. അവിടെ അത്രയും ഓളിയത്തിൽ വന്നിട്ട് അവിടെ വന്നപ്പോൾ ലാസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, കുയിലിന് സ്വന്തം മണവാളൻ എന്ന് പറഞ്ഞത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. പിന്നെ വേറൊന്നുമില്ല. പിന്നെ ഞങ്ങളെ എന്താണ് കടുവ എന്നെ ഇത് പുലിയെ മറ്റേ ചെന്നായ എന്ന് പറഞ്ഞതിനകത്ത് ഞങ്ങളുടെ ഖേദം പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് തിരിച്ച് ഞാൻ അങ്ങനെ ഒരു പേര് തരുന്നു. ഇതിനകത്തുള്ള പേര് തന്നെയാണ് വാങ്ങിച്ചു കൊടുക്കുക, മരയാമ. ഇനി തൊട്ട് നമ്മുടെ ദ്വിതി അറിയപ്പെടുന്നത് നിങ്ങൾ എല്ലാരും ഒന്ന് നോട്ട് ചെയ്തോളൂ. ദ്വിതിയെ എല്ലാരും വിളിക്കുന്ന മരയാമ എന്ന് വിളിച്ചാൽ മതി, എം എ എന്ന് വിളിച്ചാൽ മതി. പോകുമ്പോഴത്തേക്ക് വെറുതെ എം എ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. അപ്പൊ ആർക്കും ഒന്നും തോന്നില്ല എന്താണെന്ന്. മര ആമ എം എ നല്ല ഡിഗ്രിയാണ്. അത് തന്നെ കടുവ. ഞാൻ കടുവ, ഇത് പുലി, അത് ചെന്നായ. ഞാൻ പേര് മാറ്റി, മുയലച്ചൻ മാറി. നല്ലതല്ലേ മുയല്? സൂപ്പർ പേരാ. മരയാമ പന്ന പേരല്ലേ? എനിക്ക് മരയാമ വേണ്ട. അയ്യോ അത് വേണം. ഞാൻ അതെ ഞാനൊരു പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വീണതാട്ടോ, അത് പിന്നെ അതങ്ങ് പതിയും. അതുകൊണ്ട് മോള് ഐശ്വര്യമായിട്ട് ഈ പേരങ്ങോട്ട് വാങ്ങിച്ചോ. മക്കളെ കുഞ്ഞ് അയ്യോ മരയാമേ, അയ്യോ സോറി മക്കളെ മറിയാമ്മേ, നന്നായിട്ട് പാടി, നല്ല സുഖമായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടത്. അച്ഛൻ ഒതുക്കി പാടരുതെന്നാ പറഞ്ഞു. ആ ഒതുക്കി പാടിയത് നന്നായിരുന്നു മക്കളെ കേട്ടോ. അതൊക്കെ കുഞ്ഞു കിടുക്കാച്ചിയാ. സൂപ്പറായിട്ട് പാടി കേട്ടോ. രസമായിരുന്നു കേൾക്കാൻ. ഇത്രയും വരികളൊക്കെ ബൈ ഹാർട്ട് ഇങ്ങനെ പഠിച്ചല്ലോ. മോള് സൂപ്പറായിട്ട് പാടി. അപ്പൊ ആമക്കുട്ടിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട്. എന്തോ? ഈ കൂട്ടത്തിൽ ഏറ്റവും ക്ലെവർ ആയിട്ടുള്ള ആരാന്നറിയാവോ? ഏത് കൂട്ടത്തില്? ഈ കൂട്ടത്തിൽ. നമ്മുടെ കൂട്ടത്തിലോ? ഇല്ല. ആരാ? ഇല്ല. ആരാ? ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? ഞാനിതൊക്കെ കണ്ടുപിടിക്കുന്ന എങ്ങനെയാ? ദ്യുതിക്കുട്ടി പറ. ചേച്ചിയുടെ വയസ്സ് എനിക്ക് എങ്ങനെ അറിയാം? അതിനെന്താ നിന്റെ വയസ്സ് ഏറ്റവും ക്ലെവർ ആയിട്ടുള്ള ആളെ കണ്ടുപിടിക്കാൻ? അത് ആരാന്ന് പറ. അത് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ക്ലെവർ ആയിട്ടുള്ള ആൾ ആരാന്ന് ദ്യുതിക്കുട്ടിക്ക് അറിയണം. ആരായിരിക്കും? കണ്ടിട്ട് എന്ത് തോന്നും മോൾക്ക്? ശരത്തങ്ങള് ബുദ്ധിശാലിയാ, പക്ഷെ മരയാമയ്ക്ക് അത് കൊടുക്കൂ പ്ലീസ്. അച്ചടാ ജിങ്കിടികിടി.